സഹായിച്ചു. ഈ ദേശത്തും കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ഒരുക്കിയ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ തിരക്കുള്ളവരാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്, ഉച്ചവറക്കത്തിന്റെ മയക്കത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിലും ചില മിനിറ്റുകൾ നിങ്ങളുടെ കാതുകളും നിങ്ങളുടെ ഹൃദയങ്ങളും ഈ തിരുവചനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ ദൈവനാമത്തിൽ ഞങ്ങളെ ആഹ്വാനം ചെയ്തുകൊള്ളുകയാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് ശാസകരണം സുന്ദരങ്ങളൊക്കെ വാനോളം ഉയർത്തിപ്പിടിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന കൊച്ചു കേരളം ഇന്ന് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മുടെ വീടിന് മുമ്പിൽ വലിച്ചെറിയപ്പെടുന്ന പത്രമാധ്യമങ്ങൾ ആകാംക്ഷയോടും ആവേശത്തോടും ഇവിടെ കാത്തിരിക്കുന്നു, വായിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിലും കൈവിരലുകളുടെ താളം കൊണ്ട് മറിച്ചെടുക്കുന്ന പത്രമാധ്യമങ്ങൾ ആകാംക്ഷയോടെ വായിക്കുവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെ കണ്ണുകളെടുക്കുന്ന വാർത്തകൾ ഒരിക്കലും മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന വാർത്തകളായി മാറുന്നില്ല. ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പത്രമാധ്യമങ്ങൾ വായിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അറിവ് പകർന്നു കൊടുക്കുന്ന, ജ്ഞാനം പകർന്നു കൊടുക്കുന്ന, മുന്നോട്ടുള്ള പഠനകാര്യങ്ങൾക്കും ജീവിതത്തിന്റെ ഉന്നതമായ നിലവാരങ്ങൾക്കും ഏറ്റവും കൂടുതൽ സ്വാധീനമായ കാര്യാദികൾ എഴുതി വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിജയം, തൊഴിൽ മേഖലകൾക്ക് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒട്ടനവധി നല്ല വാർത്തകൾ മലയാളക്കരയിൽ വാരി വലിച്ചെറിയപ്പെടുന്ന പത്രമാധ്യമത്തിന്റെ താളുകളിൽ നാം എല്ലാം കണ്ണുകളൊടിച്ച് വായിച്ചു പ്രിയപ്പെട്ടവരാണ്. ഒത്തിരി തലമുറകൾ അതുകൊണ്ട് പല രാജ്യങ്ങളിലും പലയിടങ്ങളിലും ജോലിക്കായി, പഠനത്തിനായി, കാര്യാദികൾക്കായി കടന്നുപോയ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ വർഷങ്ങൾ മാറുന്തോറും, കാലങ്ങൾ മാറുന്തോറും നമ്മുടെ വീടിന് മുമ്പിൽ വലിച്ചെറിയപ്പെടുന്ന പത്രത്താളുകൾ, പത്രക്കാരൻ രാവിലെ വലിച്ചെറിയുമ്പോൾ കണ്ണുകൾ തിരുമി രാവിലെ ഇറങ്ങി വൃക്കോഫ്യമായിട്ട് വരാന്തരിൽ കിടക്കുന്ന ചാരികസൈനെ ചാരിക്കിടന്നുകൊണ്ട് വായിക്കുവാൻ നാം ഒരുങ്ങിയിരിക്കുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ, വായിക്കുന്ന വാർത്തകൾ ഏറ്റവും അതേ ദൈനികമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. 10 മാസം പ്രായമുള്ള പിച്ചോമന കുഞ്ഞിനെ ക്രൂരമായി മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊണ്ടുപോകുന്ന വാർത്തകൾ, സ്വന്തം മാതാപിതാക്കളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ വാർത്തകൾ, സ്വന്തം മക്കളെ കൊലപ്പെടുത്തിയ വാർത്തകൾ, കൊലപാതകത്തിന്റെ വലിയൊരു പരമ്പരകൾ നേരിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം, നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ കോടതികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതേ കുടുംബ ബന്ധങ്ങൾ തകർന്ന് വ്യതിരിച്ചു പോയിരിക്കുന്ന വാർത്തകളും കാര്യാദികളുമായി ബന്ധങ്ങളെ അകന്നുപോയ വാർത്തകൾ, വിദ്യാഭ്യാസ മേഖലകളിൽ പോലും പഠിക്കുവാൻ കഴിയാതെ വണ്ണം തലമുറകൾ ലഹരിക്കും മദ്യത്തിനും ആസക്തികൾക്കും പിടിക്കപ്പെട്ടു പോയ വാർത്തകൾ, ഒക്കെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ പോലും മുന്നേറുവാൻ കഴിയാത്ത തലത്തിൽ നാളെയുടെ നീളുകളുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന തലമുറകൾ, അത് എന്തിനെ പോലുള്ള മാരകമായിരിക്കുന്ന മയക്കുമരുന്ന് അടിമകളായിട്ട് ജീവിതം തകർത്ത് തരിപ്പണമായിട്ട് കൊലപാതകത്തിന്റെയും മരണത്തിന്റെയും സ്വാധീനത്തിലേക്ക് കടന്നു പോകുന്ന ഏറ്റവും മൃഗീയമായിരിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ വാർത്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ കണ്ണുകളിൽ ഓടുന്നതായി ഓരോ വാർത്തകൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം കണ്ട് മണിമലയാറ്റിലേക്ക് ഒരു സഹോദരിയും തന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിതം അടുത്തു. ജീവിതത്തിന്റെ അസമാധാനത്തിന്റെ അവസ്ഥകൾ കാരണം ജീവിക്കാൻ കഴിയുന്നില്ല. സമാധാനമില്ലാത്തതിന്റെ പേരിൽ ഒരു മാതാവും തന്റെ പിച്ചോമന കുഞ്ഞുമായിട്ട് പാലത്തിന്റെ മുകളിൽ നിന്ന് മണിമലയാറ്റിൽ ചാടി മരിച്ച വാർത്തകൾ ഈ അടുത്ത ദിവസത്തിലെ മലയാള മനോരമയിൽ നാം എല്ലാം കണ്ണോടിച്ച് വായിച്ച പ്രിയപ്പെട്ടവരാണല്ലോ. ഒരുപാട് മാതാപിതാക്കൾ ചോദിക്കുന്നു, എന്തിനാണ് ഇവർ മരിച്ചത്? ആ കുഞ്ഞിനെങ്കിലും രക്ഷപ്പെടുത്തിയേ കൊള്ളാമല്ലോ എന്ന് ചിന്തിച്ച ഒത്തിരി പേരുണ്ട്. ഒത്തിരി മാതാപിതാക്കൾ വാർത്തയ്ക്കെതിരായിട്ട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ സ്തോത്രം സമാധാനമില്ലാത്തവരല്ലായിരുന്നു, സന്തോഷമായി ജീവിച്ചവരായിരുന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങളോ പ്രയാസഘട്ടങ്ങളോ ഒന്നുമില്ലാതെ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിച്ച പ്രിയപ്പെട്ടവരായിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തന്റെ ഭർത്താവിന്റെ മദ്യപാനത്തിന്റെ ആസക്തി വളരെ ശക്തമായി കൂടിക്കഴിഞ്ഞപ്പോൾ ആദ്യം കുടിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതേ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ദീർഘദിവസങ്ങൾ മദ്യത്തിലേക്ക് തന്നെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് തന്റെ ഭാര്യയെപ്പോലും മക്കളെപ്പോലും നോക്കുവാനോ അവർക്ക് ചെലവ് കൊടുക്കുവാനോ കഴിയാതെ കുടുംബത്തിന്റെ അകത്ത് പ്രശ്നങ്ങളും അടിയും അതേ പ്രയാസഘട്ടങ്ങളും അസഭ്യ വാക്കുകളും മാത്രം നിറഞ്ഞ് കുടുംബത്തിന്റെ സന്തോഷങ്ങളും ഭദ്രതകളും നശിപ്പിച്ച് തകർന്നു പോയിരിക്കുന്ന തലത്തിൽ ആ സഹോദരിയുടെ അകത്തൊരു ചിന്ത വന്നു, ഇനി ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ മണ്യം ദേശത്തിന് ഞാനൊരു ഭാരമായി മാറുന്നത് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി മാത്രമല്ല പിഞ്ചോമനയുമായിട്ട് ഒരുമിച്ച് ആറ്റിലേക്ക് എടുത്ത് ചാടി മരിക്കുവാൻ ഇടയാത്തുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കേ, നാളെയുടെ വരദാനമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നാളെയുടെ സ്വപ്നമായിരിക്കേണ്ട തലമുറകൾ, നാളെയുടെ നികളുകളിൽ അഭിമാന പുരസ്കാരം കാഴ്ചവെക്കേണ്ടതായ തലമുറകളും സഹോദരികളും ഏകദേശം മിനിറ്റുകൾ കൊണ്ട് അവർ ലോകത്തോട് മൺമറയുവാൻ ഇടയാത്തുന്നു.
ഈ ദിവസങ്ങൾ തന്നെ എത്രയെത്ര മരണത്തിന്റെ വാർത്തകൾ നാം കടന്നു വന്നു. നോക്കേ, എല്ലാത്തിന്റെ പുറയിൽ വ്യാപരിക്കുന്നത് ഈ മദ്യമാണ്, ലഹരിയാണ്, ലഹരിയുടെ അതേ അനുഭവമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ക്യാൻസർ സെന്ററുകളിൽ ഞങ്ങൾ പരിശോധിക്കാൻ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥിക്കുവാനും രോഗികളെ കണ്ട് സന്ദർശിക്കുവാനും കടന്നു പോകുമ്പോൾ, ഓരോ റൂമിലും കയറി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ ഒത്തിരി ചെറുപ്പക്കാരുകൾ, മാതാപിതാക്കൾ, സഹോദരിമാർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പല കോളേജുകൾ പഠിച്ച പെൺകുട്ടികൾ ലഹരിക്ക് അടിമയായിട്ട് മാരകരോഗത്തിന് പിടിക്കപ്പെട്ടിട്ട് ഹോസ്പിറ്റലിന്റെ റൂമിനകത്തലങ്ങളിൽ ഒരു വെള്ളം പോലും ഇറക്കുവാൻ കഴിയാതെ അതേ തന്റെ ശരീരം മുഴുവനും കീറിമുറിച്ചിരിക്കുന്ന അതേ കാഴ്ചപ്പാടുകൾ കാണുവാൻ ഇടയായി തീർന്നു. ആ നിറകണ്ണുകളോട് അവരെ ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാൻ, കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ആഹാരം കഴിക്കുവാൻ കഴിയുന്നില്ല, ദാഹമുണ്ടെങ്കിൽ വെള്ളം കുടിക്കുവാൻ കഴിയുന്നില്ല, നീറ്റിലോട് ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറങ്ങാനെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് ആ പ്രിയപ്പെട്ടവർ ഞങ്ങൾ നോക്കി അപേക്ഷിക്കുവാനിടയത്ത്. നോക്കി പ്രിയപ്പെട്ടവരെ, സമയം സന്ദർഭോചിതമായ അനുഭവങ്ങൾ ലഭ്യമായിരിക്കുമ്പോൾ മനുഷ്യനെ പോലും മറന്ന് ലഹരിയുടെയും പാപത്തിന്റെയും കൊലപാതകത്തിന്റെയും അത് ലൗകികതയായ ചിന്തയിലേക്ക് മനുഷ്യന്റെ നിയന്ത്രണങ്ങൾ കടന്നു പോകുമ്പോൾ അവൻ പല കാര്യങ്ങളും മറന്നു കളയുന്നു, പല സ്വപ്നങ്ങളും മറന്നു കളയുന്നു, പല ജീവിതമായ ഉയർച്ചകളും മറന്നു കളയുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ നമ്മൾ പഠിച്ചു കഴിയുകയാണെങ്കിൽ ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം ലഭിക്കും. എങ്ങനെയാണ് പരിഹാരം ലഭിക്കേണ്ടത്? മനുഷ്യൻ പാപിയാണ്, അവൻ കർമ്മം കൊണ്ടും അതേ അവന്റെ ജീവിതം കൊണ്ടല്ല അവൻ പാപിയാണ്, അവൻ പാപത്തിൽ പിറന്നവനാണ്, പാപത്തിന്റെ ആസക്തി അവന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പാപം അവന്റെ ജീവിതത്തിൽ കാഠിന്യമായി മാറാതിരിക്കേണ്ടതിന്, പാപത്തിന്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് യേശുക്രിസ്തു സർവ്വലോകത്തോട് വിശേഷമായി വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. അതേ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പാപത്തിന്റെ അകത്തലങ്ങൾ വീണുകിടക്കുന്ന, പാപത്തിനകത്തു നിന്ന് കരകയറുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിന്റെ ഇന്നമേറിയ വാക്കുകൾ, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നോക്കേ, ഈ ലോകത്തിലെ പാപത്തിൽ പിറന്ന് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ ജീവിക്കുന്ന ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ ആർക്കും മരിക്കുവാൻ തീരുമാനമെടുക്കുന്നില്ല. ആരും ആർക്കു വേണ്ടിയും അത് മരണം സ്വീകരിക്കുന്നില്ല. അപ്പൻ ചെയ്ത പാപത്തിന് വേണ്ടി ഭാര്യ മരിക്കുന്നില്ല, ഭാര്യ പാപത്തിന് പരിഹാരമായിട്ട് ഭർത്താവോ മാതാപിതാക്കളോ സ്വയമായിട്ട് ജീവൻ കൊടുത്ത് മരിക്കപ്പെടുന്നില്ല. എന്നാൽ പാപത്തിൽ വീണ് കിടക്കുന്ന, പാപത്തിന്റെ ആസക്തിയിൽ മുങ്ങിക്കിടക്കുന്ന, അസമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ വീണ് കിടക്കുന്ന മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ഈ ഭൂമിയിൽ അവതാരമെടുത്തിരിക്കുന്ന ശ്രീ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തു അതേ ഒരു മതം സ്ഥാപിക്കാൻ ഈ ലോകത്തിൽ വന്നിട്ടില്ല. തകർന്നുകൊണ്ടിരിക്കുന്ന, നുറുങ്ങിയിരിക്കുന്ന, തകർന്ന് തരിപ്പണമായിരിക്കുന്ന മാനവരാശിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് രക്ഷിക്കുവാൻ വേണ്ടി ഭൂമി അവതരിച്ച് അവതാരമെടുത്തവരാണ് യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, കർമ്മം കൊണ്ട് പാപത്തിന്റെ അഗാധങ്ങൾ വീണുകിടക്കുന്ന മാനവരാശിക്ക് വിമോചനത്തിന്റെ കാര്യാതകൾ കൊടുക്കുവാൻ ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ കഴിയില്ല, ഈ ലോകത്തിലെ സ്വാധീനമുള്ളവർക്ക് കഴിയില്ല, വ്യക്തിഗതാപത്രങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഒരു നിയമങ്ങൾക്കോ നിയമസങ്ങൾക്കോ കഴിയാതിരുന്നപ്പോൾ പാപത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പാപത്തെ തുടച്ചു മാറ്റിയിട്ട് ആ പാപത്തിന്റെ കൊണ്ടത്തിൽ നിന്ന് അവനെ വീണ്ടെടുത്ത് അവന് മകനെയെന്നും മകളെയെന്നും പേർ വിളിച്ചുകൊണ്ട് അവന് യഥാർത്ഥമായ സമാധാനം, സന്തോഷം കൊടുത്ത് അവന് ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് അവൻ എത്തിച്ച ഉലകത്തിൽ പിറന്ന ഉലകത്തിൽ അവതാരമെടുത്തൊരു അവതാര പുരുഷരുണ്ടെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, അത് മറ്റാരുമല്ല, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നമുക്കറിയാം. യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു? യേശുക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചു? യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ട് എന്താണ് ഇവിടെ മാറ്റം വരുത്തുന്നത്? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ പുനരാരംഭത്തെ കുറിച്ചുള്ള എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ചോദ്യങ്ങളുടേതായ ചോദ്യങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് അത് നമുക്ക് വേണ്ടി മാത്രമാണ്. പാപത്തിൽ കിടക്കുന്ന, ശാപത്തിൽ കിടക്കുന്ന, കരകയറുവാൻ കഴിയാതിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് വ്യതിരിച്ചു പോയിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്ന മനുഷ്യൻ പാപം ചെയ്തു അവന്റെ ദൈവതേജസ്സ് നഷ്ടപ്പെട്ടവനായി ഭൂമിയിൽ അത് നഷ്ടമായി ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അവസാനിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന മാനവരാശിയെ വീണ്ടെടുപ്പാൻ, ദത്തെടുപ്പാൻ സ്വയമായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചവൻ. ഓക്കെ, അവൻ അവതരിക്കുക മാത്രമല്ല, പാപത്തിൽ കിടക്കുന്നവരെ വീണ്ടെടുക്കുവാൻ, അവർക്കൊരു മറുവിലയായി തകർക്കപ്പെടുവാൻ, പാപമറിയാത്ത പരിശുദ്ധരായിരിക്കുന്ന കാൽവരിയുടെ കൊലക്കളത്തിൽ കാര്യമാണികൾക്കിടയിൽ കൽക്കരങ്ങം നീട്ടിക്കൊടുത്ത പ്രാണവേദന സഹിച്ചവനായിരിക്കുന്ന, ഇതുപോലെ വേദന സഹിച്ച ഉലകത്തിൽ പിറന്നൊരു യേശുക്രിസ്തുവിനെ പോലെ വേറെ രക്ഷിതാവില്ല.
യേശുക്രിസ്തുവിക്ക് ഈ ഭൂമിയിൽ അവതരിക്കുക മാത്രമല്ല, യേശുക്രിസ്തു മാനവരാശിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഇനി കരങ്ങൾ യേശുക്രിസ്തു മാനവരാശിക്ക് വേണ്ടി കൊടുത്തു. യേശുക്രിസ്തുവിന്റെ തലകൾ, ശിരസ്സുകൾ മാനവരാശിക്ക് വേണ്ടി കൊടുത്തു. യേശുക്രിസ്തുവിന്റെ കൈപാദങ്ങൾ അതേ മാനവരാശിക്ക് വേണ്ടി വിട്ടുകൊടുത്തു. എന്താണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു കരങ്ങൾ വിട്ടുകൊടുത്തത്? അതേ കരം കൊണ്ട് ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് നാം നമ്മുടെ കരങ്ങൾ നീട്ടിക്കൊടുക്കണ്ട. ആ കരം നമുക്ക് വേണ്ടി യേശു കൊടുത്തു. കണ്ണുകൾ കൊണ്ട് നാം ചെയ്തു കൂട്ടി, കണ്ണുകൊണ്ട് നാം ചെയ്തതും നാം കണ്ടതുമായ കാര്യാദികൾക്ക് പകരമായിട്ട് യേശു നമുക്ക് വേണ്ടി കണ്ണുകൾ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയത്തുന്നു. പ്രിയപ്പെട്ടവരെ, കാലുകൊണ്ട് നടന്നു പോയിരിക്കുന്ന പാദങ്ങളിൽ എവിടൊക്കെയാണോ സഞ്ചരിച്ചത് അവിടെല്ലാം നമുക്ക് വേണ്ടി ആ കാൽപാദങ്ങൾ വിട്ടുകൊടുക്കുവാനിടയത്തുന്നു. അങ്ങനാണെങ്കിൽ ഈ ഉലകത്തിൽ ഇതുപോലെ പ്രയാസമറ്റവൻ, ഇതുപോലെ കഷ്ടത സഹിച്ചവൻ, ഇതുപോലെ മാനവരാശിക്ക് വേണ്ടി തകർക്കപ്പെട്ട് ഈ ഉലകത്തിൽ അവതാരമെടുത്ത മനുഷ്യനെ പോലെ വേറെ വ്യക്തിഗതാപാത്രങ്ങളില്ല. ഞങ്ങളെവിടെയും ഞങ്ങൾ അഭിമാനത്തോടെ വിളിച്ചു പറയും, യേശുക്രിസ്തു കേവലം ഒരു ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടി മാത്രം അവതരിച്ചവനല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ആരൊരിക്കൽ പറഞ്ഞു, പാസ്റ്ററേ ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ യേശുക്രിസ്തു? അല്ല. യേശുക്രിസ്തു ക്രിസ്ത്യന് മാത്രം മരിച്ച ആളല്ല. സർവ്വലോകത്തിന്റെയും മാനവകുലത്തിൽ പിറന്നിരിക്കുന്ന എല്ലാ മാനവരാശിക്ക് വേണ്ടി മരിച്ചവനാണ് യേശുക്രിസ്തു. യേശു മരിക്കണമെന്നും യേശുക്രിസ്തു ജീവിക്കണമെന്നും മരിക്കണമെന്നും യേശു ഉയർത്തെഴുന്നേൽക്കണമെന്നും അത് പിതാവിന്റെ നിർണയമാണ്, പിതാവിന്റെ നിയമമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാർ മരണപ്പെടേണ്ട സ്ഥാനത്ത് അതെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ, സർവ്വലോകത്തിൽ നിൽക്കുന്ന ജനത്തിന് വേണ്ടി മരിച്ചവൻ, ഇവിടെ ജാതി വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും എല്ലാമായി മരിക്കുന്ന യേശുക്രിസ്തു. ഇവിടെ ആര് പറയുന്നു ഇത് കേവലം അതേ ചരിത്രം മാത്രമാണ്, ഇത് കേവലം കെട്ടുകഥ മാത്രമാണ്? അല്ല കേട്ടോ, അല്ല. ഇത് ചരിത്രമോ കെട്ടുകഥ മാത്രമല്ല കേട്ടോ, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് നടന്ന സംഭവമാണ് കേട്ടോ. ലോകത്തിൽ പിറന്നിരിക്കുന്ന ഏത് മാനവരാശിയാണോ സർവ്വലോകത്തിന്റെയും പാപത്തിനു വേണ്ടി ഈ ലോകത്തിൽ പിറന്ന അവതാരമെടുത്ത് അവതാരമനുസരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മരണം പിതാവിന്റെ നിർണയപ്രകാരമാണ്. അങ്ങനാണെങ്കിൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുവാൻ അഭിമാനമെടുക്കുവാൻ നമുക്ക് അഭിമാനമുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് പരിഹാരമായി മാറുവാൻ വേണ്ടിയാണ് യേശുവിനെ കൊണ്ട് മരിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, ഏത് വ്യക്തിത്വത്തിൽ നിയമിക്കുന്ന നിയമകർത്താക്കന്മാരാണോ, ഏത് സമുദായത്തിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിഗതാപാത്രമാണോ, അവർ ജാതി വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും എല്ലാമായി അവതരിക്കുന്ന യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, തിരുവചനം പഠിക്കുമ്പോൾ ഇങ്ങനെ വാക്യമുണ്ട്, സർവ്വലോകത്തിനും അതേ ലഭ്യമാകേണ്ട രക്ഷ, സർവ്വലോകം അനുഭവിക്കേണ്ട വീണ്ടെടുപ്പിന്റെ രക്ഷ. അങ്ങനാണെങ്കിൽ സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയാണ് ഈ സന്ദേശങ്ങൾ ഞങ്ങൾ കൈമാറുന്നത്. ഞാൻ താമസിക്കുന്നത് തിരുവല്ലയിലാണല്ലോ. തിരുവല്ലയുടെ പ്രാന്തപ്രദേശത്ത് നിന്ന് ഈ ദേശത്ത് കടന്നു വന്ന് ചൂടിന്റെ കാഠിന്യങ്ങളെ മറന്നുകൊണ്ട് ഈ ചുട്ടന് വയ്ക്കുന്ന വേളയിൽ നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് വിളംബരം ചെയ്യുവാൻ ഞങ്ങളുടെ കത്തലങ്ങൾ അന്തരാത്മാവിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ നിയോഗത്തോടെ പറയട്ടെ. അങ്ങനാണെങ്കിൽ ഞങ്ങളിൽ കത്തി ഉണരുന്നതായ ആ ഉണർവിന്റെ സന്ദേശം, ആ രക്ഷയുടെ സന്ദേശം, ആ വീണ്ടെടുപ്പിന്റെ സന്ദേശം, ആ രക്ഷയുടെ സന്ദേശങ്ങൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൈമാറ്റം ചെയ്യുമ്പോൾ അസമാധാനത്തിൽ കൂടെ ജീവിക്കുന്ന ജീവിതകര കഥാപാത്രമാണോ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഒരു വീണ്ടെടുപ്പിന്റെ പരിഹാരമായി പ്രായശ്ചിത്തമാകുവാൻ ഇവിടെ പിറന്നവനാണ് യേശുക്രിസ്തു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, കഴിക്കുന്നതായ പാപങ്ങൾ, ലഹരിയുടെ ആസക്തികൾ, എന്തിനെ പോലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ, പാപത്തിന്റെ വഴികൾ, പാപത്തിന്റെ നടപ്പാതകളിൽ നിന്ന് ഒന്ന് മടങ്ങി വരുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം, കേരളക്കരയിൽ മരണസംഖ്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത എത്രയോ മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൊറോണ വൈറസ് എന്ന മാരകമായ രോഗം കേരളക്കരയിൽ ആഞ്ഞടിച്ചപ്പോൾ ഒരുപാട് പ്രിയപ്പെട്ടവർ മരണം വഴിയായി മാറ്റപ്പെട്ടു. നാം കണ്ടിട്ടില്ലാത്ത ഇത്രത്തോളമുള്ളൊരു വൈറസ് എത്ര കോടി ജനങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത്, നമ്മുടെ കരങ്ങൾ കൊണ്ട് പിടിച്ചെടുക്കുവാൻ കഴിയാത്ത, നമ്മുടെ കണ്ണിന്റെ അത് കാഴ്ചയുടെ അനുഭവത്തിൽ പോലും കണ്ടുകെട്ടുവാൻ കഴിയാത്ത ഇത്രക്കോളമുള്ളൊരു വൈറസ്
എത്ര പേരുടെ ജീവിതം എടുത്തു കഴിഞ്ഞു നോക്കി പ്രിയപ്പെട്ടവരെ. ഇവിടെ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വെളിപ്പെട്ടു കഴിഞ്ഞു. നാളെയുടെ നീളങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, കാലങ്ങളെയും കാലസ്ഥിതികളെയും തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ സംഭവിക്കുവാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ ആർക്കും മുൻനിയമിച്ചു പറയാൻ കഴിയപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാളെയുടെ നീളങ്ങളിൽ വെളിപ്പെടാൻ പോകുന്ന അനർത്ഥത്തിന് മുമ്പ് എന്റെ ജീവിതത്തെ ഞാൻ അങ്ങക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ നമ്മുടെ അന്തരാത്മാവിൽ തീരുമാനം നമുക്ക് എടുക്കുവാൻ പറ്റുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെയാണ് കർത്താവിന്റെ അതേ സാന്നിധ്യം, ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ മേലേക്ക് പകർന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പലതരത്തിൽ പല ആളുകളുമായി ഞങ്ങൾ സംസാരിക്കുന്നവരാണ്. വഴിയാത്രയിലും വാഹനയാത്രയിലും നടപ്പാതയിലും പല മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ, ആഴത്തിലിറങ്ങി ഞങ്ങൾ സംസാരിക്കുമ്പോൾ പലരും പറയും സമാധാനമില്ല, സന്തോഷമില്ല, ഞങ്ങളുടെ ജീവിതം മരണം മാത്രം മതി. ഇന്നലെ സഹോദരി പറഞ്ഞു ജീവിച്ചിട്ടൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല, മരിച്ച മാത്രം മതി. മരിക്കാൻ പലതരത്തിൽ പല കാര്യങ്ങൾ പല പ്രാവശ്യം തീരുമാനമെടുത്തു. ഞാൻ പറയട്ടെ, മരണം ഒന്നിനും ഒരു പരിഹാരമായി മാറുന്നില്ല. യേശുക്രിസ്തു പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ആരാണ്? അവൻ ശപിക്കപ്പെട്ടവനാണ്. നീ മരിക്കേണ്ട കേട്ടോ, നിനക്ക് പകരമായിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞു കേട്ടോ, നിനക്ക് പകരമായിട്ട് ഞാൻ തകർക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ എന്ന് യേശു തകർക്കപ്പെടുന്നില്ല, എന്ന് യേശു അടികൊള്ളുന്നില്ല, എന്ന് യേശു വേദന സഹിക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്ന സത്യത്തിൽ തന്നെ അവൻ ആ ക്രൂശിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയാത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും അസമാധാനത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ജീവിതം അടുത്തു, മരിച്ചാൽ മാത്രം മതി, ഇത് ജീവിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത് അതിനെ പാസാക്കി വെച്ചിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ സന്ദേശത്തെ കൈമാറ്റം ചെയ്യുന്നു. അതേ കെട്ടിവെച്ചിരിക്കുന്ന ചാനുകൾ അടിച്ചു മാറ്റിയിട്ട് ആഹാര പദാർത്ഥത്തിൽ ചേർത്തിരിക്കുവാനിരിക്കുന്ന വിഷങ്ങൾ മാറ്റിവെച്ചിട്ട് ജീവിതത്തിന്റെ സന്ദർഭോചിതമായിരിക്കുന്ന സമാധാനത്തിലേക്ക്